മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു ആലോലം ആനന്ദ നൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. എങ്ങനെ തോന്നി? ടെൻഷൻ ഉണ്ടായോ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ചില റിസ്കി പോയിന്റ്സ് ഉണ്ട് അവിടെ. അപ്പം പാടാൻ ശ്രമിച്ചു. നോക്കട്ടെ ജഡ്ജസ് എന്താ പറയുന്നത്. ഓക്കെ, കുറച്ച് റിസ്കി പോയിന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് യശ് പറയുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ. യശേ സർ, മനോഹരമായിട്ട് പാടി യശേ. താങ്ക് യു സർ. താങ്ക് യു സർ. അതിമനോഹരമായ ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അതുപോലെ തന്നെ ഇതിൽ എന്താണ് നമ്മളൊന്ന് ഇത് ഇച്ചിരി പോരാ എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും? ONV സാറിൻ്റെ ലിറിക് അതിമനോഹരം. എന്താ പറയണ്ട, അതിനെ കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയേക്കാണ് ജോൺസേട്ടൻ കമ്പോസ് ചെയ്തത്. പിന്നെ അത് പാടി നമ്മുടെ നെഞ്ചത്തേക്ക് എറിഞ്ഞേക്കാണ് ദാസേട്ടൻ.
അത് ഒരു മനുഷ്യൻ്റെ ആ നെഞ്ചത്ത് കൊള്ളാതെ അത് പോകത്തില്ല. അത് അങ്ങനെ ഒരു പാട്ടാണ്. അതാ മെല്ലെ മെല്ലേന്ന് അദ്ദേഹം തുടങ്ങുമ്പോഴേ അതിൻ്റെ ഒരു വൈബ് വേറെയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തൊക്കെയാലും ചക്കര നന്നായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. ചിലയൊക്കെ അതിൻ്റെ ചരണത്തിലെ സെക്കൻഡ് ഹാഫൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. യശ എനിക്ക് ആ തുടക്കം ഒന്ന് പാടിത്തരാമോ? മെല്ലെ മെല്ലെ യശേ മെല്ലെ 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 അല്ലേ, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അത് അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കണം. മെല്ലെ മെല്ലെ പാടിക്കും. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. നൈസ് 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 നൈസ്. പിന്നെ ഒരു കുടന്ന നിലാവിൻ്റെ നിലാവിൻ്റെ കുറച്ചും കൂടെ സ്പീഡാവാം. നിലാവിൻ്റെ ആഹാ, വണ്ടർഫുൾ 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 ബ്യൂട്ടിഫുൾ. ഒരു മുളം തണ്ടിലൂടെ അത് പാടാമോ? ഒരു മുളം അങ്ങനെ കുറച്ചും കൂടെ ക്ലാരിറ്റി. തണ്ടിലൂടൊഴുകി. അതുപോലെ അടുത്ത ലൈൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എല്ലാവരും പാടുമ്പോൾ സ്ട്രൈറ്റിങ് ഇതായി പിടിക്കും. അതല്ലാതെ ബൃഹായിക്ക് 2 കണക്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി പാടി. അത് പാടാമൊന്ന് കേൾക്കാൻ വേണ്ടി. ആയർ പെൺ കിടാവേ നിൻ പാൽക്കുടം. എനിക്ക് ആ പാൽക്കുടം കേൾക്കേണ്ടത്. ആയർ പെൺ കിടാവേ നിൻ പാൽക്കുടം. ആഹാ, വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ. ഒക്കെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആ തുടക്കം അത് യഷിന്റെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പമാണെന്നറിയാം? ദാസേട്ടന്റെ കുഴപ്പം. അപ്പൊ ദാസേട്ടാ പ്രണാം. സാർ ഒന്നും പറയാനില്ല. വി ലവ് യു. കഴിഞ്ഞു. ചേച്ചി യശ്, ഇതൊരു 1.5 ട്രൈ ആയിരുന്നു. വരുന്നു അടിപൊളി. കാരണം ഈ ഒരു ചലഞ്ച് റൗണ്ട് ശരിക്കും ഇതാണ് പ്രേക്ഷകരെ നമ്മൾ ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ പാടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കുറേ പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം പഠിച്ച് വന്നു എന്നുള്ളതാണ്. അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കുറേ പാട്ടുകൾ പഠിച്ചിട്ട് സാധാരണ ഒരു വേദിയിൽ വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പഠിച്ച പാട്ട് പാടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇത് ഇവിടെ വച്ച് തരുന്ന പാട്ട് പാടുന്നത് ഫാന്റാസ്റ്റിക്. അത് ഉഗ്രനായിട്ട് പാടി യശ്. എസ്പെഷ്യലി ചില ഭാഗങ്ങളൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞതും ബ്യൂട്ടിഫുൾ ആയിരുന്നു. യഷിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മുടെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ജോൺസൺ മാഷിന്റെ പാട്ടുകൾ വായിക്കുമ്പോൾ ഞങ്ങളെ വേറെ തന്നെ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്. അത് മനോഹരമായിട്ട് പാടി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. യശ് സർ ഉഗ്രനായിട്ട് പാടി യശ്. ബിക്കോസ് ദാസറിനെ പറ്റി ശരത്തേട്ടൻ എപ്പോഴത്തെയും പോലെ വാദോരാതെ ഇങ്ങനെ അത് പറഞ്ഞാലും തീരില്ല. കാരണം അങ്ങനത്തെ ഒരു ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് അച്ചീവ് ചെയ്ത ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ വർക്കും ചെയ്തു തല്ലും കൂടിയ ഒരാൾ എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ഒരുപാട് കഥകളുണ്ടാവും. ഞാൻ നോക്കുന്നത് ജോൺസൺ മാഷയാണ്. എല്ലാ പാട്ടുകളും ഈ പറഞ്ഞ പോലെ ഒരു ഏർത്തി ഫീലാണ്. എല്ലാം ഈ മണ്ണിന്റെ മണമുള്ള പാട്ട് എന്ന് പറയുന്ന പോലെ എന്തൊരു കോമ്പോസിഷനാണിത്. ഇപ്പോഴും അതിന്റെ ഫ്രഷ്നെസ്, ആ മെലഡിയുടെ ഒരു ഫ്രഷ്നെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ എനിക്ക് ആകെ തോന്നിയത് യശ ബാക്കി എല്ലാം നീ അഗ്രനായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒതുക്കാമായിരുന്നു. കാരണം മെല്ലെ മെല്ലെ ഒതുക്കിയതാണല്ലോ. അപ്പൊ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഒതുക്കാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഉഗ്രൻ സോങ് സെലക്ഷൻ, അത് എങ്ങനെ അത് മടിയിൽ വന്ന് വീണു എന്നുള്ളത് എന്തോ ഒരു വലിയൊരു ഭാഗ്യം. ഉഗ്രൻ സോങ് ആൻഡ് ഉഗ്രനായിട്ട് തന്നെ പാടി യശ്. വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. കീപ് വർക്കിംഗ് ഹാർഡ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഫാമിലി റൗണ്ടിൽ നല്ല മാർക്സ് സ്കോർ ചെയ്തു. ഇനി ജൂക്ക് ബോക്സ് റൗണ്ടിൽ എത്രയാണെന്ന് നോക്കാം. ചേച്ചി യഷിന് ഈ പെർഫോമൻസിന് 9.1234567. സൂപ്പർ. ശരത് സർ 9.6. ഒട്ടും കുറയ്ക്കില്ല. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 19.3. ലാസ്റ്റിലെ കുറച്ചുകൂടെ ഒരു പോയിന്റ് കൂടി അല്ലേ? ഒരു പോയിന്റ് കൂടിയിട്ടുണ്ട്. പ്രോഗ്രസ് സൂപ്പർ.
താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. Superstar.